ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 21-ാം തീയതിയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. ഇന്നാണെങ്കിൽ സെക്രട്ടേറിയറ്റ് OIയുടെ മെയിൻസിൻ്റെ എക്സാമുമാണ്. രാവിലെ 10:30ക്കാണ് എക്സാം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതുണ്ട്. രാവിലെ തന്നെ നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. ആർക്കൊക്കെ ഇന്ന് മെയിൻസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പൊതുവേ പറയുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കാര്യമായിട്ടുള്ള രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ അത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് തോന്നുന്നു GK പോർഷൻസൊക്കെ കൂടുതലും SCERT ബേസ്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കറണ്ട് അഫെയർസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അവിടുത്തെ മാർക്സാണ് കൂടുതലായിട്ടും പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ GK എഴുതാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതൊക്കെ കറണ്ട് അഫെയർസ്, അതുപോലെ തന്നെ കറണ്ട് അഫെയർസൊക്കെ ചോദിച്ചത് വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചത്. നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അധികം ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊതുവേ എക്സാം വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു. അധികം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നത് സുപ്രധാന നിയമങ്ങളിൽ നിന്ന് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടുതലായിട്ട് വന്നതുപോലെ എനിക്ക് തോന്നി. അല്ലാത്ത നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ള വലിയൊരു എക്സാമാണ് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം അല്ലേ. അപ്പോൾ സെക്രട്ടേറിയറ്റ് OIയുടെ എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനിനി അടുത്തത് ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ആകെ നമുക്ക് കറക്റ്റ് ഒരു മാസമാണ് ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. ജൂൺ 21-നാണ് മെയിൻസിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്കും വേണമെങ്കിൽ പഠിക്കാം. ഞാൻ എന്തായാലും ടൈം ടേബിൾ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ യൂട്യൂബിൽ. പിന്നെ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പള്ളിക്കൂടത്തിൻ്റെ PSCയുടെ പുതിയ SCERT മാറിയ സിലബസ് ഉണ്ടല്ലോ, അതായത് മാറിയ ബുക്ക് ഉണ്ടല്ലോ, 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്സിലത്. അപ്പോൾ അതിൻ്റെ 2 ബുക്ക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് PSC പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടേതാണ്, പ്രൈം PSCയുടെ കേട്ടോ, അവരിറക്കിയ ബുക്കാണിത്. അപ്പോൾ ഇതിൽ സോഷ്യൽ സയൻസിൻ്റെയും ജനറൽ സയൻസിൻ്റെയും 2 ബുക്സാണുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ സയൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് IT-ൻ്റെ കുറച്ച് പോർഷൻസും കൂടെ അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഏതെല്ലാം പോർഷൻസാണ് ഇതിലുള്ളതെന്നൊക്കെ. ഈ ബുക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനും നല്ല സുഖമാണ് കേട്ടോ. ചെറിയ 2 ബുക്കുകളാണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ബുക്ക് കൂടി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പുതിയ SCERT-ൻ്റെത്. അത് പിന്നെ റാങ്ക് ഫയലിൻ്റെ അത്രയും വലുപ്പമുള്ള ബുക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതത്ര നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനൊക്കെ സുഖം ഇങ്ങനത്തെ ടൈപ്പ് ബുക്സ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിക്കുന്നതാണ് കേട്ടോ. അതായത് പുതിയ ബുക്കൊക്കെ വാങ്ങിയതല്ലേ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അങ്ങ് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസിലെ 5ാം ക്ലാസ്സിലെ ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആകെ ഒരു ചാപ്റ്ററേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്റർ കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ബുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഒരു ത്വരയാണല്ലോ പഠിക്കാൻ. ആ ഒരു ത്വരയിൽ ഞാനങ്ങ് പഠിച്ചു പോയതാണ്. പിന്നെ സോഷ്യൽ സയൻസിൻ്റെ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ, അതും ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുക്കിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ റാങ്ക് ഫയലൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള പേജസാണ് ഇതിലുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ ബുക്കിനായിട്ട് വരുന്നത് 230 റുപ്പീസാണ്. അതുപോലെ തന്നെ സയൻസ് ആണെങ്കിൽ 220 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ 450 രൂപയാണ് വരുന്നത് ടോട്ടൽ പ്രൈസ്. പക്ഷേങ്കിൽ എനിക്ക് 425 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഓൺലൈനായിട്ടൊന്നും വാങ്ങിയതല്ല, ഞാനിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാണ്. അല്ലാതെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, റേറ്റ് എങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. ഇനി എന്തെങ്കിലും ബുക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.
ഇന്ന് സെക്രട്ടേറിയറ്റ് OIDA മെയിൻസിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? അതിൽ ഓപ്ഷൻ എ ചിറനാക്ക്, ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ്, ഓപ്ഷൻ സി ശ്വസനി, ഓപ്ഷൻ ഡി അന്നനാളം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പുതിയ SCERT ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ആൻസർ എപ്പിഗ്ലോട്ടിസ് ആണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം പുതിയ SCERT പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വാങ്ങിയിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. ഒരുപാട് എക്സാംസ് ഇനിയും നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. അതിനിടയിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം കൂടെ വരുന്നുണ്ട് കേട്ടോ. മറ്റന്നാൾ, അതായത് 24-ന് എക്സാം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം നമുക്ക് ലാബ് അസിസ്റ്റൻ്റ് പഠിക്കാൻ കുറച്ച് ടൈം കിട്ടുന്നുണ്ട്. അപ്പം മാക്സിമം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, അങ്ങനെ അതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.